ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ കാറിൻ്റെ എ സിയുടെ കൂളിംഗ് കോയിൽ അഴിക്കുന്ന പാർട്ടിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ആദ്യത്തെ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ പാർട്ടിനകത്ത് കൂളിംഗ് കോയിൽ എവിടെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണ് അഴിക്കുന്നതും അത് അഴിച്ച് കൂളിംഗ് കോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കൂളിംഗ് കോയിൽ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യുകയാണ്. കണ്ടൻസർ സെറ്റ് ചെയ്യുന്നുണ്ട്, കംപ്രസർ സെറ്റ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതെല്ലാം ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് മൊത്തം കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ കാറിൻ്റെ ആദ്യത്തെ ആ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂളിംഗ് കോയിലിൻ്റെ ആ ഒരു പാർട്ട് അഴിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഫ്രണ്ടൊക്കെ അഴിച്ച് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു കൂളിംഗ് കോയിലും അതിൻ്റെ ആ ബ്ലോവർ, മോട്ടർ, അതുപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ആ ഒരു റേഡിയേറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയൊരു റേഡിയേറ്റർ പോലെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചൊരു ബോക്സ് ആയിട്ടാണ് ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മിക്കവാറും വല്ല വാഹനങ്ങളൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോക്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഊരിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും അഴിക്കാതെ തന്നെ ഇതിൻ്റെ ബ്ലോവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുമോ, മോട്ടോർ ക്ലീൻ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു കൂളിംഗ് കോയിൽ നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വാഹനത്തിൻ്റെ ഇതുപോലെ തന്നെ ഇത്രയും പാർട്ടുകളായിട്ടൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷമേ നമുക്ക് ഈ കൂളിംഗ് കോയിലിൻ്റെ ആ ഒരു സിസ്റ്റം നമുക്ക് ഇതിനകത്ത് എടുക്കാനൊക്കത്തുള്ളൂ. കാരണം ഈ ഒരു കൂളിംഗ് കോയിൽ ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് തണുക്കുന്ന സമയത്ത് അതിനകത്ത് ഡ്രെയിനേജ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്നും താഴെ വീഴാതെ അത് വെളിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു സ്പേസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡെക്റ്റ്, അതായത് ഈ തണുപ്പുകൾ നമുക്ക് ഉള്ളിലേക്ക് വരികയും അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ എടുക്കുന്ന ആ ഒരു ഡെക്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കണം. പിന്നെ നമ്മുടെ കൺട്രോള് കാര്യങ്ങൾ ഇതെല്ലാം കേബിൾ വഴി ഉള്ളത് അതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കും കമ്പനി ഇങ്ങനെ ഒരു സ്പേസിൽ തന്നെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോക്സ് തന്നെയാണ് ഇത്. ഇതിനകത്താണ് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വർക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഇത് വീട്ടിലിട്ട് അഴിച്ച് ഇതിനെ റിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പലരോടും സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുമായിട്ട് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കണം. അതുപോലെ തന്നെ സ്റ്റിയറിങ് ചില വാഹനങ്ങളുടെയൊക്കെ കൂടെ ഇളക്കി എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കൂ എന്നുള്ളതാണ് പലരും പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഡൽഹിയിലുള്ള റജിച്ചാൻ എന്നോട് പറഞ്ഞു, ഈ ഒരു കംപ്രസറും കൂളിംഗ് കോയിലും അവർ പഴയ വാഹനത്തിൻ്റെ ഇളക്കുന്ന സമയത്ത് അവർ സ്റ്റിയറിങ് ഇളക്കാതെ തന്നെയാണ് ഈ ഒരു സാധനങ്ങൾ അതിനകത്ത് ഇളക്കി തന്നത് എന്നുള്ളത് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ണിയായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ണി എന്നോട് ഇത് തന്നെ പറഞ്ഞു, നമുക്ക് സ്റ്റിയറിങ് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് അതിനകത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണി എനിക്ക് ഗ്യാരണ്ടി തന്നുകൊണ്ടാണ് ഞാൻ ഉണ്ണിയെ വീണ്ടും ക്ഷണിച്ചത്. അപ്പോൾ ഉണ്ണിയാണ് ഇത് മൊത്തം ഇളക്കുന്നത്. ഇത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്ന് ഉണ്ണി വന്ന് ഇത് ഇളക്കുന്ന സമയത്താണ് എനിക്ക് അത് സത്യമായിട്ടും കണ്ടു മനസ്സിലാക്കാനായിട്ട് ഒത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞാൻ കണ്ടു. കാരണം ഈ ഒരു സാധനം ഇളക്കുന്നതിന്, അപ്പം എൻ്റെ ഈ വാഹനം മാത്രമല്ല മറ്റു വാഹനങ്ങളും ഇതേ രീതി തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇതേപോലെ ഈ ഫ്രണ്ട് സൈഡിലാണല്ലോ നമ്മുടെ ഈ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും, അത് കംപ്രസർ വെച്ചിരിക്കുന്നതും കണ്ടൻസറിൻ്റെതും ഈ കൂളിംഗ് കോയിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ട് സൈഡ് ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് സൈഡ് ഇത്രയും കംപ്ലീറ്റ് ഇളക്കിയാൽ മാത്രമേ ഈ ഒരു ബോക്സ് എടുക്കാൻ ഒക്കൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അല്ലാതെ ഒരു കൂളിംഗ് കോയിലായിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ടോ അതിനൊരു ബോക്സ് ആയിട്ട് മാത്രമായിട്ട് തരുന്നില്ല. ഇപ്പോൾ ഈ ഇളക്കി എടുത്തിരിക്കുന്നില്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഈ ഒരു സാധനം എൻ്റെ അകത്ത് ഉള്ളിൽ ഇത്രയും ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ്, സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇത് കൂളിംഗ് കോയിലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചൂട് കിട്ടാൻ ആ റേഡിയേറ്റർ എന്നുള്ള ആ കൂളൻ്റ് വന്നിട്ട് ഇതിനകത്തൂടെ കയറി ഇറങ്ങി ആ ഒരു ചൂടും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെലക്ടർ സ്വിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂളാണോ ഹോട്ടാണോ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളും കൂടെ അവിടെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബോക്സിനകത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ താഴെ ചെറിയൊരു പൈപ്പുണ്ട്, അതായത് നമ്മുടെ കൂളിംഗ് കോയിലിൻ്റെ താഴെ വരുന്ന ആ വെള്ളം അതിനകത്ത് ഡ്രെയിനേജ് ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഡ്രെയിനേജ് പൈപ്പും അവിടെ ഉണ്ട്. ഈ മുകളിൽ കാണുന്ന ഓപ്പണിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡെക്റ്റ് വന്നിട്ട് അതിനകത്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും സെൻറ്ററിലേക്കും ഒക്കെ കൂളിംഗ് വന്ന് നമുക്ക് പോകാനുള്ള ഡെക്റ്റ് അവിടെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു മുകളിലത്തെ പീസ് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ ഡെക്റ്റ് പീസും ഇതിനകത്ത് ഉണ്ട്. അതും പ്ലാസ്റ്റിക് പൈപ്പുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്നുള്ളൂ. ഈ ഒരു ബോക്സ് നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ വലിപ്പവും കണ്ടു. അപ്പോൾ ഇനി ഈ ഒരു സാധനമാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിലും സ്ക്രൂകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ സ്ക്രൂ എല്ലാം നമ്മൾ കുറേയധികം
ഊരിയെടുക്കുന്നുണ്ട്. ആ ഊരിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ആ കൂളിംഗ് കോയിൽ നമുക്ക് ഇതിനകത്ത് പൊക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആ ബ്ലോവറും മോട്ടറും എല്ലാം ഉൾപ്പെടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ അഴിക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലോവർ ഉൾപ്പെടെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇളക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതിനകത്തുള്ള ഡിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇളക്കി ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ആ ഒരു ആകാംക്ഷയും നമുക്ക് ഇതിനകത്ത് ഉണ്ട്. കാരണം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പഴയ കൂളിംഗ് കോയിൽ, പഴയ ആ ഒരു വാഹനത്തിൻ്റെ കൂളിംഗ് കോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ളത് അതും ഇതിനകത്തുണ്ട്, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു കൂളിംഗ് കോയിലിൻ്റെ ലീക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലീക്ക് ഉണ്ടായിരുന്നു എനിക്കറിയാം. ഇൻസൈഡിൽ നമ്മുടെ ഓയിലിൻ്റെ സ്മെല്ല് വന്നതുകൊണ്ട്, ഒരു ഓയിലിൻ്റെ സ്മെല്ല് ഉള്ളതുകൊണ്ട് ഇൻസൈഡിൽ ലീക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ഈ കണ്ടൻസറും കൂടെ അഴിച്ച് ഇത് പ്രഷർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്ന അതേ ആ ഒരു ഇവിടെ തന്നെ വർക്ക്ഷോപ്പിൽ തന്നെ ഞാൻ കൊടുത്തു. റേഡിയേറ്ററും ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ടൻസറും നമുക്ക് പ്രഷർ ടെസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ കണ്ടൻസർ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടൻസറിനും ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. കണ്ടൻസറിൻ്റെ അടിയിൽ ഒരു ഇൻസൈഡിൽ ഫിൽറ്ററൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നട്ടാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഗ്യാസ് ലീക്കായി പോകുന്നതായിട്ട്, അതായത് പ്രഷർ ലീക്കായി പോകുന്നതായിട്ട്. അപ്പം നമുക്കത് ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കൂളിംഗ് കോയിലും ലീക്കായി, കണ്ടൻസറും ലീക്കായി, പിന്നെ നമ്മുടെ കംപ്രസറും പിസ്റ്റൺ കയറി പിടിച്ചിട്ട് ഡെഡായി. അപ്പോൾ അങ്ങനെ ഈ 3 സെക്ഷനായിട്ട് മാറണം. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നിങ്ങളെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമ്മുടെ കൂളിംഗ് കോയിൽ പഴയതിരുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് ആ ഒരു ഓയിലിൻ്റെ ആ ഒരു നിറവ്യത്യാസം കണ്ടോ, അതിൻ്റെ മുകളിൽ ഓയിൽ വന്നിട്ട് നനഞ്ഞിരിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ കൂളിംഗ് കോയിൽ ഇങ്ങനെ കുത്തി നിർത്തി ആ ഒരു പൊസിഷനിലാണ് ഇതിനകത്ത് കണ്ടത്. ഇത് അഴിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. നമ്മുടെ ബ്ലോവർ ഇരിക്കുന്ന ആ ഒരു പൊസിഷനും നമ്മുടെ ആ ഒരു കൂളിംഗ് കോയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാനുള്ള കൂളിംഗ് കോയിൽ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കൂളിംഗ് കോയിലുണ്ട്. സെയിം ക്വാളിറ്റി തന്നെ, സെയിം സാധനം, സെയിം വാഹനത്തിൻ്റെ നമ്മൾ എടുത്താണ്. പിന്നെ ഈ കൂളിംഗ് കോയിലിൻ്റെ അവിടെ തന്നെ നമുക്ക് സെൻസർ വരുന്നുണ്ട്. അതായത് നമ്മുടെ തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻസ് ചെയ്യാനുള്ള സെൻസർ ഉണ്ട് അതിനകത്ത് തന്നെ. അത് നമ്മൾ ഊരിയെടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു കൂളിംഗ് കോയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതേമാതിരി തന്നെ ഇതിനകത്തൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ മാക്സിമം നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ കൂളിംഗ് കോയിൽ സെറ്റ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ പിന്നെ വേപ്പറേറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബ്ലോവറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മോട്ടറിൽ നിന്ന് ഇളക്കാനായിട്ട് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നി, പക്ഷെ അത് അഴിക്കുന്നില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ഈ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ ഒരു സഹായം കൊണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് അഴിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സിസ്റ്റങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ബ്ലോവറിനകത്തൊക്കെ ഞങ്ങൾ അഴിച്ചപ്പം ബ്ലോവറിനകത്ത് നല്ല പൊടി അഴുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്ത് പോയിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ക്ലീൻ ചെയ്തു. കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ണി ഇത് വീണ്ടും വാഹനത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇത്രയും സാധനങ്ങൾ അഴിച്ചത് നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യണം. ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഈ ഇരിക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ അവിടെ ഒതുക്കി അവർ നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യണം. ബ്ലോവർ തണ്ട ക്ലീൻ ചെയ്ത് നല്ല സഫായി ആക്കി വന്നിട്ടുണ്ട്. കാരണം നല്ല എയർ ഫ്ലോ കിട്ടാൻ വേണ്ടി അത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പണി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് മാറേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാറി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ളത്, ഹീറ്റിങ്ങിൻ്റെത്, സെൻസറിൻ്റെത്, എല്ലാ വയറുകളും നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്സ് നമ്മൾ പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ആദ്യമായിട്ട് ഈ ഒരു കൂളിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇളക്കിയെടുത്ത് കണ്ടു. അതിലൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീട്ടിലിട്ട് തന്നെ നമുക്കതൊന്ന് അഴിച്ച് റിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിയാണ് നമ്മളെ ഇതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. പിന്നെ കുറേ അധികം സ്ക്രൂ ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുന്നത്, ഒരു 10-20 സ്ക്രൂ ഉണ്ട് 4 സൈഡിലുമായിട്ട് ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അതൊരു ഒന്നൊന്നര പണിയായി ഈ സ്ക്രൂ അഴിക്കുന്ന കാര്യങ്ങൾ. കാരണം ഈ ഒരു ബോക്സിനകത്ത് ഈ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ കംപ്ലീറ്റ് ആയിട്ട്. ലോക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, കംപ്ലീറ്റ് സ്ക്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ആ റേഡിയേറ്ററിൻ്റെ പാർട്സും ഉണ്ട്, അത് ഞാൻ അഴിച്ചില്ല. അത് അഴിക്കേണ്ട നമുക്ക് കാര്യമില്ലാത്തതുകൊണ്ട് ആ ഒരു പീസ് നമ്മൾ അഴിച്ചിട്ടില്ല കൂളിങ്ങിൻ്റെ. പിന്നെ ഇതിൻ്റെ ഷട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം കൂളിംഗ് ആണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഇതിൻ്റെ ഡോർ ഓപ്പൺ ആയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാത്രം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തില്ല. കൂളിങ്ങിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ സെക്ഷന്, ബ്ലോവറിൻ്റെ സെക്ഷനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കിടന്ന ആ ഒരു പഴയ കൂളൻ്റൊക്കെ ഇതിനകത്തൂടെ തന്നെ താഴെ എല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ കൂളൻ്റ് നമ്മൾ ഇതിനകത്ത് നിറയ്ക്കുന്നുണ്ട്. അത് അടിച്ചിരിക്കുന്നത് നമ്മൾ ബോഷിൻ്റെ കൂളൻ്റാണ് നമ്മൾ നിറയ്ക്കുന്നത്. 1 ലിറ്റർ കൂളൻ്റാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ 3 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിന് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1/2 ലിറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് 1/2 ലിറ്ററിൻ്റെ ക്യാനായിട്ടാണ് കിട്ടിയത്, 1 ലിറ്ററിൻ്റെ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ 3 ക്യാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ക്യാൻ ഞാൻ സ്പെയർ വെച്ചിരിക്കുക. കാരണം ഇത്രയധികം ഒഴിച്ചതിന് ശേഷം വാഹനമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഇതിനകത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വന്നാൽ നമുക്ക് വീണ്ടും ഒഴിക്കാമല്ലോ എന്നുണ്ട്. ഈ ഒരു ബോക്സ് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ണി ഇതിനകത്തേക്ക് വീണ്ടും സെറ്റ് ചെയ്യുവാണ്. റീസെറ്റ് ചെയ്യാനുള്ള
ആ ഒരു ജോലിയിലാണ്. കാരണം ഇത്രയധികം പാർട്സുകൾ, ഇത്രയധികം പീസുകളും പ്ലാസ്റ്റിക്കിൻ്റെ പല രീതിയിലുള്ള മോൾഡുകളും ഒക്കെ ഇളക്കിയെടുത്താണ്. ഇനി ഇത് റീസെറ്റ് ചെയ്ത് ഉണ്ണി തന്നെ തരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് ആദ്യം എനിക്ക് തോന്നി ഇത്രയധികം വലിച്ചിളക്കി ഇതിൻ്റെ ലോക്കുകളും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഉണ്ണിക്ക് കറക്റ്റായിട്ട് അറിയാം എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ണിക്ക് അറിയാവുന്നതുകൊണ്ട് ഉണ്ണി അത് കറക്റ്റായിട്ട് തന്നെ, അതുപോലെ തന്നെ ഒരു ഇടങ്ങഴി വയറും ഉണ്ട് ഇതിനകത്ത്, കണക്ടറും വയറും സ്റ്റീരിയോടത് അത് ഇത് എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് വയറുകൾ ഇതിനകത്തുണ്ട് കണക്ട് ചെയ്യാൻ. അതെല്ലാം ഉണ്ണി കറക്റ്റായിട്ട് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയേറ്റർ ഞാൻ അഴിക്കുന്നുണ്ട്. റേഡിയേറ്റർ അഴിച്ച് ഓൾറെഡി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു, അതും സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ ഈ ഒരു കണ്ടൻസർ സെറ്റ് ചെയ്തിരിക്കുക. കണ്ടൻസർ പുതിയതാണ്, പുതിയ കണ്ടൻസർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാക്വം ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ലീക്കൊന്നും ഇല്ലയെന്ന് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ കൂളൻ്റ് ഒഴിച്ചതിന് ശേഷമാണ് വണ്ടി ഓൺ ആക്കിയേക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൂളൻ്റ് ഒഴിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഒരാൾക്ക് ഈ വാഹനത്തിൻ്റെ ഇതുപോലെയുള്ള എന്തെങ്കിലും അഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര റിസ്ക് ഉണ്ട്, എങ്ങനെയാണ് അഴിക്കുന്നത്, നമ്മുടെ വാഹനത്തിന് എന്തെല്ലാം ഐറ്റം സാധനം ഇതിനകത്ത് കമ്പനി തന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ആ ഡെക്റ്റൊക്കെ സെറ്റ് ചെയ്യുന്നതിന് ഇച്ചിരി റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കയറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആ ബോക്സിൻ്റെ ആ സൈഡിൽ കറക്റ്റായിട്ട് ഇതെല്ലാം കയറ്റി വയ്ക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ണി കറക്റ്റായിട്ട് അതിൻ്റെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് സന്തോഷമായി. എല്ലാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ണി സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഇൻസൈഡിലെ വർക്കിന് മാത്രമാണ് ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. കാരണം ഇത് അഴിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒറ്റയ്ക്ക് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എവിടെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയെ വിളിച്ചത്. അപ്പോൾ ഉണ്ണി വന്നതുകൊണ്ട് എനിക്ക് വളരെ ഒരു സന്തോഷമായി. ഇത്രയധികം വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഏകദേശം ഇതെല്ലാം അഴിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഉണ്ണിയെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ ടൈം അനുസരിച്ചാണ് ഞാൻ ഇതിനെ പ്രഷർ ടെസ്റ്റ് ചെയ്തതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഏകദേശം ഇത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം എവിടേക്കാണ് ലോക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ബാക്കി വരാതെ എല്ലാം, ഒരു സ്ക്രൂ പോലും ബാക്കി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ണി അതിൻ്റെ ആ ഒരു രീതി തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ണി ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇത് കണ്ടോ, റീസെറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനലി കണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇനി അത് നമ്മൾ ആ ഫിൽറ്റർ ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൻ്റെ അവിടുത്തെ ഒരു ചെറിയ ഒരു ഡ്രോ ഉണ്ട്, അതുകൊണ്ട് സെറ്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാം ഉണ്ണി സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഗ്യാസ് എത്ര കൊണ്ടാണ് കയറ്റിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. 134 ആണ് ഓയിൽ നിറയ്ക്കുന്നത്. അതുപോലെ തന്നെ മാറ്റിയ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. കണ്ടൻസർ മാറ്റി, കൂളിംഗ് ഓയിൽ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഇപ്പം ഈ കാണുന്നത് നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇത്രയധികം സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു അത്ഭുതമാണ്. നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെന്നുള്ളത് സത്യമായിട്ടും ഞാൻ പോലും ഇപ്പോൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് കേട്ടോ. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൂളിംഗ് ഓയിലിൻ്റെ ബോക്സ് ഇത്രയധികം വലിപ്പമുണ്ട്, അല്ല ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു ഹീറ്റിംഗ് സാധനമൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ പഴയ കംപ്രസർ, സെക്കൻഡ് ഹാൻഡ് കംപ്രസർ വന്നിരിക്കുന്നു. ഇപ്പം എൻ്റെ വാഹനത്തിന് ഇറക്കിയ പുതിയ പഴയ കംപ്ലൈൻ്റ് ആയ കംപ്രസറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന കംപ്രസർ അത്യാവശ്യം കുഴപ്പമില്ല, ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൻ്റെ ആണെന്നുള്ളൂ, സെക്കൻഡ് ഹാൻഡ് ആണെന്നേ ഉള്ളൂ. പക്ഷേ സെയിം കമ്പനിയാണ്, സെയിം സാധനം, ഒരു മാറ്റവും ഇല്ല, ഒരു മില്ലി പോലും വ്യത്യാസമില്ലാതെ അതേ രീതിയിൽ തന്നെ നമുക്ക് സാധനം കിട്ടി. സെയിം കമ്പനിയുടെ ഏകദേശം 12,000 രൂപയോളം വിലയുണ്ട് ഈ ഒരു കംപ്രസറിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത്, വർഷോപ്പിൽ കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ഓയിൽ കംപ്ലീറ്റ് 150 മില്ലിയോളമാണ് ഇതിനകത്ത് ഓയിൽ വരുന്നത്. കൂടിപ്പോയാൽ 140 അല്ല 150. ആ ഒരു ഓയിൽ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങളും കൂടെ അതിനകത്ത് ശ്രദ്ധിക്കണം. കാരണം ഓയിൽ കുറവുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു പിസ്റ്റൺ കയറി പിടിച്ചത്. അല്ലാതെ എൻ്റെ ആ ഒരു കംപ്രസറിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കംപ്ലൈൻറ്റ് വരാത്തൊരു കംപ്രസറുമാണിത്. കാരണം ഏകദേശം ഒരു 55,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്രസർ ഇതുപോലെ കംപ്ലൈൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു എന്തെങ്കിലും ഫോൾട്ട് കൊണ്ട് വന്നേ ആയിരിക്കാം, അല്ലാതെ ഒരു കംപ്ലൈൻറ്റ് കംപ്രസറിന് വരത്തില്ല എന്നാണ് ഞാൻ പല ടെക്നീഷ്യന്മാരോട് സംസാരിച്ചത്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് എൻ്റെ കംപ്ലൈൻ്റ് ആയത്, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് എനിക്ക് ഡൽഹിയിൽ നിന്ന് കൊണ്ടു തന്നത്. സെയിം സാധനമാണ്, മറ്റു വ്യത്യാസമൊന്നുമില്ല, സെയിം പുള്ളി. അത് തന്നെ എല്ലാ കാര്യങ്ങളും, നെറ്റ് ബോൾട്ട് ഇടുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ നമുക്ക് സൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് അത് തന്നെ വാക്വം ചെയ്ത് ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട്, കണ്ടൻസർ നിങ്ങൾ കണ്ടോണം. ഇതാണ് ഞാനിപ്പോൾ ഈ വാങ്ങിച്ചിരിക്കുന്ന കണ്ടൻസർ, ഫ്രഷാണ്. ഏകദേശം 3000 രൂപ കൂടുതൽ വിലയുണ്ട് കണ്ടൻസറിന് നമുക്ക് നിലവിലിപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ കണ്ടൻസർ വാങ്ങിച്ച് മാറ്റിയിട്ടുണ്ട് എല്ലാം. കാരണം പഴയ കണ്ടൻസറിന് ചെറിയൊരു ലീക്കാണ്, പക്ഷെ അതെനിക്ക് കംപ്ലൈൻറ്റ് പരിഹരിക്കാനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിൽറ്ററുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ നട്ടാണ്, അത് നമ്മൾ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അലൂമിനിയത്തിൻ്റെ ഒരു പീസ് ഇട്ടിട്ട് അലൂമിനിയം വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ
നമ്മുടെ ഫിൽറ്റർ അതിനകത്ത് പിന്നീട് ഉണ്ടാവില്ല. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ പെർമനൻറ്റ് വാഹനം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫിൽറ്റർ നമുക്ക് ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫിൽറ്റർ ഇല്ലാതെയായിരിക്കും ഓടുന്നത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് വരാൻ ബ്ലോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അകത്തെ റേഡിയേറ്ററിൻ്റെ ഫാൻ ഊരിയിട്ടാണ് ഞാൻ ഇത് എടുത്തത്. ഈ റേഡിയേറ്റർ ഞാൻ വെളിയിൽ കൊടുത്തു. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ക്ലീൻ ചെയ്താണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ആ 2 ഹോസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് റേഡിയേറ്ററിൻ്റെ ഹോസാണ് താഴോട്ട് പോയിരിക്കുന്ന ഒരെണ്ണം, അതുപോലെ തന്നെ മുകളിൽ ഒരെണ്ണം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോസും അകത്തേക്ക് പോയിട്ട് നമ്മുടെ ആ കൂളൻറ്റിൻ്റെ കൂളിംഗ് കോയിലിൻ്റെ ആ ഒരു സെക്ഷനിൽ നമുക്ക് അവിടെ കണക്ട് ആവുന്നുണ്ട്. റേഡിയേറ്ററിൻ്റെ താഴെ മുകളിലൊക്കെ ബുഷിനകത്താണ് ഇത് സെറ്റ് ചെയ്യുന്നത്, വൈബ്രേഷൻ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മുടെ ഈ ഒരു കണ്ടൻസർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടൻസറിൻ്റെ ഹോസ് കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ സൈഡിൽ വരയാതെ മുട്ടാതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗേജൊക്കെ ഇട്ടിട്ട് ഇത് വാക്കത്തിലിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. -30 ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞാനൊരു ഏകദേശം അരമണിക്കൂറിനടുത്ത് ഞാൻ ഈ ഒരു വാക്കത്തിൽ തന്നെ നിർത്തി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തതാണ്. അത് പ്യുവർ വാക്വമാണ്, അല്ലെങ്കിൽ ലീക്കില്ല എന്നുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ട്. കാരണം പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് പെട്ടെന്നായിട്ട് നമുക്ക് വാക്വത്തിൽ വിട്ടാൽ പറഞ്ഞായിട്ട് അറിയാനൊക്കും. അപ്പോൾ അതേ ബോഷിൻ്റെ അതിൻ്റെ കൂളൻ്റ് എനിക്ക് 1/2 ലിറ്ററിൻ്റെ കൂളൻ്റാണ് കിട്ടിയത് കേട്ടോ. ഞാനിവിടെ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ 1/2 ലിറ്ററിൻ്റെ ആയിട്ട് എനിക്ക് 3 പീസാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ അല്പം നഷ്ടമുണ്ടെങ്കിലും പ്രൈസിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് 3 എണ്ണം ഞാൻ എടുത്തു. 2 എണ്ണം ഞാനിപ്പോൾ ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്, 1 എണ്ണം സ്പെയർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു 2 ബോട്ടിൽ 1 ലിറ്റർ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ഈ ഒരു ബോട്ടിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ അളന്ന് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ആ ഒരു മുകളിലത്തെ ക്യാപ്പ് ഊരിയിട്ട് അതിനകത്ത് ഒഴിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പഴയ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ലീക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിൽറ്ററിൻ്റെ നട്ടാണ്. ആ നട്ടിനകത്തൂടെ സൈഡിൽ കൂടെ എനിക്ക് ഗ്യാസ് ലീക്കായി പോയിട്ടുമുണ്ട്. അപ്പോൾ ആ കണ്ടൻസർ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൻസർ, കൂളിംഗ് ഓയിൽ, കംപ്രസർ, ഇതാണ് നമ്മുടെ കംപ്രസറിൽ ഒഴിച്ച ഓയിൽ. 150 മില്ലിയാണ് നമ്മൾ ഒഴിക്കുന്നത്. 134ൻ്റെ ആണെന്ന് പറഞ്ഞ് വാങ്ങിക്കുക ഓയിൽ. അപ്പോൾ ഇത്രയധികം വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഒക്കെ ചാർജ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം 35 പൗണ്ടോളം ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം കൂടെ നമുക്ക് കൂട്ടി കൊടുക്കണം, കുഴപ്പമില്ല. കാരണം കംപ്രസറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് സെറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്ഷനിൽ നമ്മൾ നോക്കുക. സെറ്റിംഗ് റിട്ടേൺ ഉണ്ടോ, ഫാൻ നമ്മൾ 1ാമത്തെ സ്പീഡിലാണ് ഇട്ട് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വണ്ടി ഒന്ന് റേസ് ചെയ്ത് നമ്മൾ നോക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റേസ് ചെയ്ത് നമ്മൾ ഇതിനെ നോക്കിയിട്ട് കൂളിംഗ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്തായി. അതുപോലെ തന്നെ രാവിലെ 2-3 ദിവസം വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് മുകളിൽ നോക്കുക. വണ്ടി ഓൺ ആക്കുന്നതിന് മുമ്പേ കൂളൻറ്റിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് ഇറങ്ങി പോകത്തക്ക ഇതിൽ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് കൂളൻറ്റിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ബോക്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂളൻറ്റ്. അപ്പോൾ കൂളൻറ്റിനകത്ത് ചിലപ്പോൾ കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത്, കാരണം റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടൻസറിൽ അത്യാവശ്യം ഞാൻ തൊട്ട് നോക്കുന്നത് ചൂടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ കണ്ടൻസർ ആയതുകൊണ്ട്, ഫ്രഷ് ആയതുകൊണ്ട് നല്ലൊരു കണ്ടൻസേഷൻ അവിടെ നടക്കും. അപ്പോൾ വാഹനത്തിൻ്റെ ഏകദേശം ചാർജിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാഹനം എൻ്റെ വീട്ടിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.